ഇതിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് എത്തുകയാണ്. 20-ന് മന്ത്രിതല സംഘം വയനാട്ടിലെത്തും. വനമന്ത്രിക്കൊപ്പം തദ്ദേശ മന്ത്രിയും റവന്യൂ മന്ത്രിയും ഈ സംഘത്തിലുണ്ട്. എന്താണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ലിബീഷ്, ജനകീയ വികാരം വളരെ ശക്തമാകുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ വൈകാരികമായി അടിക്കടി ഉണ്ടായിരിക്കുന്ന രണ്ട് വന്യവ്യാക്രമണത്തിലുള്ള മരണങ്ങളെയും വളരെ വൈകാരികമായി കണ്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 20-ാം തീയതി തദ്ദേശ ഭരണ വകുപ്പ്, ഒപ്പം വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഈ 3 മന്ത്രിമാരും ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം, CCF ഉൾപ്പെടെയുള്ളവരുടെ സംഘം വയനാട്ടിലേക്ക് എത്തും. ഒപ്പം വയനാടിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിശാലമായ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനെ യാതൊരു കാരണവശാലും മറ്റു രീതിയിൽ നേടാൻ പറ്റില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അവരുടെ വൈകാരികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിൽ ആ വൈകാരികമായ പ്രശ്നങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയും ഇടപെടുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു ഉന്നതതല ഇടപെടൽ എന്ന നിലയ്ക്ക് മന്ത്രിമാരുടെ സംഘത്തെ തന്നെ വയനാട്ടിലേക്ക് അയക്കുന്നത്. കാരണം ഇതൊരു ജനകീയ വിഷയമാണ്, ജനങ്ങളുടെ ഏറെ നാളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെയും ഒപ്പം മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുക, അതാണ് ഒരു മുഖ്യ ലക്ഷ്യം. അത്തരത്തിൽ ജനകീയ ഒരു കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാകും. മാത്രവുമല്ല, അത്തരത്തിൽ മന്ത്രിമാർ ഒരുപക്ഷെ വേണ്ടി വന്നാൽ അവിടെ തങ്ങി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അവസാനമായി അറിയുവാൻ കഴിയുന്നത്. ലബീഷ്. ബിനോയ്, വയനാടിന്റെ ചുമതലയുള്ള ആളാണ് വനംവകുപ്പ് മന്ത്രി. പക്ഷേ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇതുവരെയും അവിടേക്ക് എത്തിയിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു വിമർശനം വനംവകുപ്പിന് നേരെയാണ് ഉയരുന്നത്. ഇപ്പോൾ പുൽപ്പള്ളിയിലുള്ള പ്രതിഷേധവും വനംവകുപ്പിന് നേരെയാണ് ആളുകൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അത് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഹർത്താൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ LDFും UDFും BJPയും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി, അതായത് ഒരു ജനകീയ പ്രശ്നത്തെ നേരിടുന്നതിന്, ഒരു ജനകീയ പ്രശ്നത്തെ മന്ത്രിസഭയുടെയും അധികാരികളുടെയും ഒക്കെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി ആളുകൾ ഒറ്റക്കെട്ടായി ഇറങ്ങുന്നു. അവർ വൈകാരികമായി ഈ പ്രശ്നത്തെമായി മുന്നോട്ട് വരുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു മെല്ലെപ്പോക്കുണ്ടോ എന്നൊരു നേരിയ സംശയം മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശശീന്ദ്രൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം, വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹം, കോഴിക്കോട് ഉണ്ടായിരുന്നിട്ട് പോലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു തരത്തിൽ പ്രതിഷേധം തനിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് താൻ തൽക്കാലം വയനാട്ടിലേക്ക് പോകുന്നില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്നും അദ്ദേഹം കോഴിക്കോടുണ്ട്. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തും എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം പിന്മാറുന്നു. വനം വകുപ്പ് കഴിഞ്ഞ 4 ദിവസമായി ഈ ആളെക്കൊല്ലി ആനയെ പിടിക്കുന്നതിന് വേണ്ടി പിന്തുടരുന്നുണ്ടെങ്കിലും അതിനും ഒരു ഫലമുണ്ടാകുന്നില്ല. തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കുറുവ ദ്വീപിലും ഇത്തരത്തിൽ ഒരു വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥന് നേരെ, അല്ലെങ്കിൽ ഒരു വാച്ചർക്ക് നേരെ കാട്ടാന ആക്രമണം തുടർന്ന് മരണവും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനൊരു രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു വികാരം, ജനങ്ങളുടെ ഒരു പ്രശ്നം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കും ഒപ്പം നേതാക്കന്മാർക്കും എല്ലാം പരാതിയുണ്ട്. ആ പരാതി തന്നെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ലബീഷ്.